കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ സന്ധ്യയുടെ യാമത്തിൽ പ്രാർത്ഥനയ്ക്കായി കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവ് നമുക്ക് ഈ ദിവസങ്ങളിൽ ഇത്രയും ആ ദൈവത്തിനെതിരായിരിക്കാനും പ്രാർത്ഥിക്കാനും എല്ലാം കൃപ നൽകി. ഇന്ന് നമുക്ക് വീണ്ടും ദൈവ മുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് കൃപ തന്നിരിക്കുന്നു. നാം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കേട്ടത് ഇതൊരു യുദ്ധമാണ്. മനുഷ്യൻ ഈ ഭൂമിയിൽ യുദ്ധസേവയുണ്ട്. ജനിക്കുന്ന ഏത് മനുഷ്യനായിരുന്നാലും അവന് യുദ്ധസേവയുണ്ട്. ഒന്നുകിൽ അവൻ ദൈവത്തിന്റെ പക്ഷം ചേർന്ന് ദൈവത്തിന് വേണ്ടി എതിരാളിയോട് യുദ്ധം ചെയ്യും, ഇല്ല എങ്കിൽ അവൻ എതിരാളിയുടെ പക്ഷം ചേർന്ന് ദൈവത്തോട് യുദ്ധം ചെയ്യും. അങ്ങനെ ദൈവത്തോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ജാതികൾ. നമ്മളും കർത്താവിനെ അറിയുന്നതിന് മുമ്പ് അപ്രകാരമായിരുന്നു എന്ന് വചനം പറയുന്നു. ആ യുദ്ധം അവസാനിച്ച് കർത്താവിന്റെ രക്തത്താൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടതിന് ശേഷം ദൈവവുമായിട്ട് സമാധാനത്തിലായി. ദൈവം നമ്മെ പടയിൽ ചേർത്ത് ശത്രുവിനോട് യുദ്ധം ചെയ്യുവാൻ നമ്മെ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് യുദ്ധത്തിലാണ് നാം എന്ന് എപ്പോഴും ഓർത്തു കൊള്ളണം. അത് ഇവിടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് മാത്രമല്ല, പിന്നെ നിത്യജീവിതം മുഴുവനും എപ്പോഴും നാം യുദ്ധത്തിലാണെന്ന് എപ്പോഴും നാം ഓർത്തു കൊള്ളണം. ഇതില്ലാതെ വരുമ്പോഴാണ് പ്രശ്നം. അടുത്ത വിഷയം, ഒരു ദൈവം ഈ യുദ്ധം എന്ന് പറയുന്നത് ദൈവവും ദൈവത്തിന്റെ എതിരാളിയുമായിട്ടുള്ള യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ ദൈവത്തിന്റെ ജനം യുദ്ധം ചെയ്യേണ്ടത് ദൈവത്തോടു കൂടെ നിന്ന് ശത്രുവിനോട് നിൽക്കുക. അതിനു വേണ്ടിയിട്ട് ദൈവം പ്രവർത്തിക്കുന്ന ദൈവം പറയുന്ന വാക്കുതാണ്, നീ എൻ്റെ വെൺമഴവും എൻ്റെ ഇരുമ്പായുധവുമാണ്. ഈ യുദ്ധത്തിലുള്ള ആയുധം എന്ന് പറയുന്നത് മനുഷ്യനാണ്, ഭക്തനാണ്. ദൈവഭക്തനാണ് ഇതിലെ ആയുധം. അപ്പൊ അതുകൊണ്ട് ആയുധം തേച്ച് മിനുക്കി മൂർച്ച വരുത്തി ഏറ്റവും ഷാർപ്പാക്കി വെക്കുന്നത് പോലെ മനുഷ്യനെ എപ്പോഴും ഉപയോഗിക്കത്തക്കതും ശത്രുവിനെ ഉപയോഗിക്കത്തക്ക ഒരു പാത്രമാക്കി വെക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. നമ്മൾ എത്ര ജനത്തെ കൂട്ടിയാലും എത്ര പടയാളികളെ കൂട്ടിയാലും ലക്ഷക്കണക്കിന് ആളുകളുണ്ടെങ്കിലും അവൻ അതിനകത്ത് ദൈവം ശുദ്ധീകരിച്ച ഒരുവനില്ലെങ്കിൽ ഇത് പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് കർത്താവിന്റെ വചനം കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതുപോലെ, യഹോവനെ ഗർഭം മുതൽ വിളിച്ച് എന്റെ വായെ വാൾ പോലെ മൂർച്ചയാക്കി തന്റെ പൂണിയിൽ ഒളിച്ചു വെച്ചു. ഒരു മനുഷ്യന്റെ ജീവിതം ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ കർത്താവിന് ഉപയോഗിക്കത്തക്ക പാത്രമാണ്. അത് അധികം പേര് വേണ്ട, 100 പേരൊന്നും വേണ്ട, ഒറ്റയാളായാലും മതി. അധികം കൂടുന്നതിനെ കുറിച്ച് കർത്താവിന്റെ വചനം പറയുന്നത് ഈ ജനം അധികമാണ്. ഗിദെയോനെ വിളിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു പരാക്രമശാലിയെ, യഹോവ നിന്നോടുകൂടെ ഉണ്ട്. നീ ഇസ്രായേൽ ജനത്തെ ഇവരുടെ കയ്യിൽ നിന്ന്, ഈ ശത്രുവിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കും. അപ്പോ ഗിദെയോൻ പറഞ്ഞു, ഈ ശത്രുവിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ മാത്രം ഞാൻ എന്ത് മാത്രമേ ഉള്ളൂ. അപ്പോ നിന്നെ ഞാൻ ഉപയോഗിക്കും, നിന്നെ ഞാൻ അവർക്കെതിരെ അയക്കും. നീ ഒറ്റ മനുഷ്യനെ പോലെ, ആ വാക്കാണ്, നീ ഒരു മനുഷ്യനെ പോലെ, നീ ഒറ്റയാളായിട്ട് നിന്നുകൊണ്ട് വേറെ അധികം ആളൊന്നും വേണ്ട. ദൈവത്തിന് ശുദ്ധീകരിക്കപ്പെട്ടതും ഒരുക്കപ്പെട്ടതുമായ ഒരാൾ, ആ ഒറ്റയാൾ മുഖാന്തരം ശത്രുവിനെ ജയിക്കാൻ സാധിക്കും. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഇടയിൽ വ്യാപരിക്കുമ്പോൾ ഈ യുദ്ധം ജയിക്കാനായിട്ട് വേറെ ഒന്നും വേണ്ട, വേറെ ഒരു കാര്യവും വേണ്ട. അതിനുവേണ്ടി എന്തെല്ലാം നമ്മൾ ചെയ്താലും അതൊന്നും അല്ല കാര്യം. പിന്നെയോ തന്നെത്താൻ വിശുദ്ധീകരിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുക. അങ്ങനെ വരുമ്പോ എങ്ങനെയായി ശുദ്ധീകരിക്കുന്നത്? കർത്താവിന്റെ വചനം ഗിദെയോനോട് പറഞ്ഞു, യുദ്ധത്തിനൊരുങ്ങിയപ്പോ മിദ്യാന്യരോട് യുദ്ധം ചെയ്യാനുള്ളവരെല്ലാം വരണമെന്ന് പറഞ്ഞു. എല്ലാവരും വന്നുകൂടി 30,000-ൽ പരം പേരുണ്ട് അവിടെ യുദ്ധത്തിന് പോകാൻ. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഗിദെയോൻ സന്തോഷിച്ചു. കാരണം ഇത്രയും പേരുണ്ടല്ലോ, ഇത്രയും പേരുകൂടി യുദ്ധത്തിന് പോകുമ്പോ ആ യുദ്ധത്തിൽ തിരിച്ച് ജയിച്ചു തിരിച്ചു. അപ്പോ കർത്താവ് പറഞ്ഞു, ഗിദെയോനെ, ഈ ജനം അധികമാകും. കാരണം ഇത് ഒരുപാട് ആളാ. അങ്ങനെയുണ്ടോ? ജനം അധികമായി പോയെന്നുള്ള പരാതിയുണ്ടോ?
കാരണം കുറഞ്ഞു പോയി എന്നുള്ള പരാതി കേട്ടിട്ടുണ്ട്. അധികമായി പോയി എന്ന് പറഞ്ഞു. അതെ, ദൈവത്തിന്റെ സന്നിധിയില് അതാണ് പ്രശ്നം. അധികമല്ല, അധികം ആളല്ല, ആളുടെ പെരുപ്പമല്ല ദൈവത്തിന്റെ ഉദ്ദേശം. അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. എന്താണെന്നറിയോ? അധികമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനം അധികമാകും. ചില സഭയിൽ വന്നു കഴിഞ്ഞാൽ അതങ്ങ് പോയി കഴിഞ്ഞാൽ, ചില സഭകളിൽ നിന്ന് ചിലരങ്ങ് പോയി കഴിഞ്ഞാൽ ആ സഭ ഏറ്റവും ശാന്തമായിട്ടും സന്തോഷമായിട്ടും പോകുന്നവരുണ്ട്. ഞാൻ അറിയുന്ന ഒരു ഒരു സഭയുണ്ട്. ആ സഭയിൽ നിന്നൊരു കുടുംബം എന്നും പ്രശ്നമാണ്. ആ സഭയിൽ നിന്ന് ആ വ്യക്തിയും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടിയാണെന്ന് തോന്നുന്നു ഇറങ്ങിപ്പോയി. പോയതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം, അനേക വർഷങ്ങൾക്ക് ശേഷം ഇന്ന് വരെ അവിടെ ഒരു കലക്കമുണ്ടായിട്ടില്ല. ഇന്ന് വരെയും ഞാൻ അറിഞ്ഞിടത്തോളം, ഇന്നല്ല, പിന്നെ ഒരു 10, 15 വർഷത്തേക്ക് ഒരു വിഷയം അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോ ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താണ്? ഈ ജനം ആരാകുന്നു? അധികമാകും. അതാണ് ദൈവത്തിന്റെ സന്നിധിയിലെ ഒരു മനുഷ്യൻ ഓർക്കേണ്ടത്. ഞാൻ ഈ സഭയ്ക്ക് ആവശ്യമാണോ? ഇത് അധികമാണോ? ഞാൻ ഈ സഭയ്ക്ക്, ഈ കൂട്ടായ്മയ്ക്ക് അധികപ്പറ്റാണോ? അതെയോ വേണ്ടതാണോ? ഇതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ധർമ്മം. ഞാൻ മുഖാന്തരം ഇതൊരു ആത്മീയ താഴ്ച ഉണ്ടാകാൻ പാടില്ല. ഞാൻ മുഖാന്തരം ഒരു കലക്കം ഉണ്ടാകാൻ പാടില്ല. ഞാൻ മുഖാന്തരം ആത്മീയമായിട്ടുള്ള ഒരു തകർച്ച ഉണ്ടാകാൻ പാടില്ല. ആർക്കും വ്യസനിക്കാൻ പാടില്ല. കാരണം ദൈവസഭയിൽ ഒരു കൂട്ടം ജനം ഉണ്ട്. എന്താണെന്നറിയാമോ? അത് ദൈവം അറിയാതെയല്ല. ആരാണ് ആ കൂട്ടം? തലയിൽ കയറുന്നവർ. ആര്? മറ്റുള്ളവരുടെ തലയിൽ കയറുന്നവർ. അതായത് ദൈവസഭയിൽ കടന്നു വരുമ്പോൾ തന്നെ ഇന്ന് ആ സഹോദരൻ എന്തായിരിക്കും അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇന്ന് ആ സഹോദരി എന്തായിരിക്കും പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് വരുന്ന നിഷ്കളങ്കമായിട്ടുള്ള ദൈവങ്ങളുണ്ട്. ഇത് ചിന്തിച്ചു നോക്കി. അതാണ് 66 സങ്കീർത്തനം പറയുന്നത് എന്താ? നീ ഞങ്ങളെ അവരുടെ അവരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാൻ തലയിലിരിക്കുക, ബുദ്ധിയിലാ. ദൈവമേ, ഇന്നെന്തായിരിക്കും? 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 ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു ദൈവത്തിന്റെ മക്കൾ, ഈ ചെറിയവരിൽ ഇടർച്ച വരുത്തുന്ന ഒരുവൻ, ഈ ചെറിയ നിഷ്കളങ്കമായ മക്കളിൽ ഇടർച്ച വരുത്തുന്ന ഒരുവൻ, അവന്റെ കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ എറിഞ്ഞു കളയുന്നവന് നന്നായിരുന്നു. അത്രയും. അപ്പോ അവന് ഒരു കാര്യം നമ്മൾ അവിടുന്ന് പഠിക്കേണ്ടത്, കഴുത്തിൽ ഒരു വലിയൊരു കരിങ്കല്ല് കെട്ടിയതിനു ശേഷം കടലിൽ പോയി അവനെ എറിഞ്ഞു കളയുന്നത് നല്ലതാ. ഏതിനേക്കാൾ? മറ്റുള്ളവരുടെ തലയിൽ കയറുന്നതിനേക്കാൾ, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിനേക്കാൾ, നിഷ്കളങ്ക മക്കളുടെ തലയിൽ കയറുന്നതിനേക്കാൾ നല്ലതാണ്. അവിടെയാണ് കർത്താവിന്റെ വചനം വന്നത്. അവരെയാണ് ഇതെന്ന് പറയുന്നത്. ഈ ജനം ആരാകുന്നു? അധികമാകുന്നു. അധികമാകും. അപ്പൊ സഭയ്ക്ക് ആവശ്യമുള്ളവരുണ്ട്, അധികമുള്ളവരുണ്ട്. കർത്താവിന്റെ വചനം പറയുന്നത് ഇത് ആരാണിത്? വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് യുദ്ധത്തിന് പോകുന്നത്. ഇതുപോലെയല്ല യുദ്ധത്തിന് പോകുന്നത്. യുദ്ധത്തിന് പോകാൻ പോകുമ്പോ നീ ഒരു കാര്യം ചെയ്യും. ഈ അധികമുള്ള ആരാന്ന് ഞാൻ പറഞ്ഞുതരാം. നീ ആ സഭയിലൊന്ന് പരസ്യം ചെയ്ത് എല്ലാവരും ഉത്സാഹിച്ച് വാളും കുന്തമൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ. നീ അവിടെ ഒന്ന് പരസ്യം ചെയ്തേ. അതായത് ഭയവും ഭീരുത്വമുള്ളവരെല്ലാം മടങ്ങി പൊക്കോട്ടെ. ആർക്കെങ്കിലും പേടിയുണ്ടോ? അവരെല്ലാം മടങ്ങി പൊക്കോട്ടെ. ആരും ഇവിടെ നിൽക്കണ്ട. കാരണം മറ്റുള്ളവർക്ക് കൂടി പ്രശ്നം ഉണ്ടാക്കും. ഈ ഭയവും ഭീരുത്വമുള്ളവന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ വാക്ക് കേട്ടാലുണ്ടല്ലോ, അവന്റെ വാക്ക് കേട്ട് കഴിഞ്ഞാൽ മറ്റുള്ള ധൈര്യമുള്ളവന്റെയും ധൈര്യം ക്ഷയിച്ചു പോകും. ചില മനുഷ്യരുടെ വാക്ക് എങ്ങനെയാണ്? കാരണം ഭയമുള്ളവന്റെ വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭീരുത്വമുള്ളവന്റെ വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്ത് പറഞ്ഞാലും നമ്മൾ അവൻ പറയുന്ന ഒറ്റ വാക്ക് മതി. അതുകൊണ്ട് എതിരാളിയുടെ ആകാരമാണ് അവൻ കാണുന്നത്. എതിരാളിയുടെ മഹത്വം മാത്രമേ അവൻ കാണൂ. ദൈവത്തിന്റെ മഹത്വം കാണൂല. അപ്പോ വരുന്നവനെ നോക്കിയിട്ട് പറഞ്ഞത് അവൻ ആരാണ്? അതായത് ഇതാണോ? ആരാണ്? അവര് നമ്മള് വെട്ടുക്കിളിയെ പോലെ ഇരിക്കുന്നു. അവനോ അനാക്യമല്ലന്മാര്. വലിയ കാര്യം. നമ്മളാരാ? ഇതിനോട് യുദ്ധം ചെയ്ത് വെറുതെ ഇത് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യും. നീ പരസ്യം ചെയ്യ്. അധികപറ്റൂതം പോട്ടെ. പരസ്യം ചെയ്ത് ഈ കൂട്ടത്തിൽ ഭയവും ഭീരുത്വമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മടങ്ങിപ്പോവാം. കേൾക്കണം. എവിടെ പോയി? 22,000 അല്ലേ? 22,000 പേര് തിരിച്ചുപോയി. ആ പോണത് നോക്കണം. എത്ര പേരുണ്ട്? 10,000 പേരുണ്ട്. ബാക്കിയുള്ള ആ ജാഥ നോക്കണം. എങ്ങോട്ടാ? തിരിച്ചു പോവുക. അപ്പൊ ഈ പോകുന്നവര് എന്താ?
പോകുന്ന വഴിക്കുള്ള ഭാഷയൊന്ന് കേൾക്കണം. തിരിഞ്ഞു പോകുന്ന ഭയത്താലും ഭീരുത്വത്താലും തിരിഞ്ഞു പോകുന്നൊരു ഭാഷ ഞാനിപ്പോ സമയമില്ല. അതുകൊണ്ടെനി അതില് അതെല്ലാം ഭയങ്കര ഭാഷകളാ. അത് തിരിച്ചു പോകുമ്പോ ഒന്ന് കേൾക്കണം. അത് വ അത് അത് ഏറ്റവും നമ്മള് പഠിച്ചിരിക്കേണ്ട വിഷയങ്ങളാണ്. ഇതിങ്ങനെ അങ്ങ് പോവാ. 20, 22,000 പേര് അങ്ങോട്ട് തിരിച്ചു പോകുമ്പോ ഈ 10,000 പേരായി. ഒന്നാമത്തെ സമാധാനായി. അപ്പോ ഗദയും വിചാരിച്ചു മതി. ഈ 10,000 പേര് 20,000 22,000 പേരങ്ങ് പോയി. കർത്താവേ 22,000 പേരങ്ങ് പോയി. ഉം. കർത്താവ് പറയാ ഇനിയും ജനം അധികമാകുന്നു. അയ്യോ! ഏഹ്? ഇനിയും ജനം അധികമാകുന്നു. ഇനിയും പോകാനുണ്ടോ? ഉണ്ട് കർത്താവേ. ഇനി ആരാന്നറിയാമോ? നീ ഈ ജനത്തെയൊക്കെ നടത്തിക്കൊണ്ട് പോകുമ്പോഴത്തേക്കും ക്ഷീണിച്ച് കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് വെള്ളം കുടിക്കാൻ ദാഹിക്കും. ബാക്കിയുള്ളത് പോലെയല്ല വെള്ളം കുടിക്കും. ഉപവാസ പ്രാർത്ഥനയ്ക്ക് നമ്മള് കണ്ടിട്ടുണ്ട്. നമ്മള് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വെള്ളം കുടിക്കാതിരിക്കുമ്പോ, ചായ കുടിക്കാതിരിക്കുമ്പോ, അല്ല ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ ഒരു ചിന്താഗതികൾ വരും. ചായ കുടിക്കാതിരുന്ന് വെള്ളം മാത്രം കുടിക്കുമ്പോ അന്നേരം ഒരു ചിന്താഗതി വരും. വെള്ളം പോലും കുടിക്കാതിരിക്കുമ്പോ അന്നേരം ഒരു ചിന്താഗതി വരും. വെള്ളം കുടിക്കാതിരിക്കുമ്പോ അത് ദിവസങ്ങളൊക്കെ പോകുമ്പോഴത്തേക്കും കാര്യങ്ങൾ മാറും. അങ്ങനെ ഇരിക്കുമ്പോ അങ്ങനെ അങ്ങ് പോയി ആ വഴിയിൽ കൂടി എല്ലാം തളർന്ന് ഒരു തുള്ളി വെള്ളം കിട്ടാനുമില്ല. അലഞ്ഞ് അലഞ്ഞ് കഴിയുമ്പോ ദേ ഞാൻ വെള്ളത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പോവാ. വലിയ വെള്ളത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോ ആ വെള്ളത്തിന്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കും നീ ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തെയല്ല. നീ ആ ആളുകളെ ശ്രദ്ധിച്ചോണം. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഒരു കൂട്ടരുണ്ട്. ഒരു കൂട്ടരെന്ന് പറയുമ്പോ ആ ചെല്ലണ വഴി അങ്ങ് അലച്ചു കെട്ടി വീഴും. വെള്ളത്തിൽ കാരണം ദാഹിച്ചല്ലേ തന്നെ. എന്നിട്ട് അങ്ങ് കിടന്ന് ചിലപ്പോ രണ്ട് മുങ്ങി കുടിക്കും, രണ്ട് നീന്തി കുടിക്കും. അങ്ങനെയല്ല കുടിച്ചോട്ടെ, ഒന്നും നിൽക്കണ്ട. പക്ഷേ അതങ്ങനെ കുടിച്ചോട്ടെ, കുടിക്കാത്ത ഒരു കൂട്ടമുണ്ട്. അവര് തങ്ങളുടെ ആയുധവർഗം അഴിക്കാതെ, താഴ്ത്ത് വെക്കാതെ, കുനിഞ്ഞ് തങ്ങളുടെ കൈകൊണ്ട് വെള്ളം എടുത്ത് ഉള്ളം കൈയിൽ വെള്ളം എടുത്തതിന് ശേഷം നായി നക്കി കുടിക്കുന്നത് പോലെ നക്കി കുടിക്കുന്ന ഒരു കൂട്ടമുണ്ട്. ഇത് മാത്രമാണ് അധികപ്പറ്റല്ലാത്തത്. ബാക്കിയുള്ളതെല്ലാം ആരാണ്? അധികമാണ്. അപ്പൊ അധികപ്പറ്റുള്ളത് ആദ്യം 22,000 പേര് പോയി. പിന്നെ എത്ര പേര് പോയി? പിന്നെ എത്രയോ 9,000 ചില്ലാനം ആ പേരങ്ങ് പോയി. ഇനി എത്ര പേരുണ്ട്? 300 പേര്. മതി. കർത്താവ് പറഞ്ഞു ഇത് മതി. അധികം പേരൊന്നും വേണ്ട. കാരണം ആഹ് ആഹ് ഗോലിയാത്തിനോട് ദാവീദ് പറഞ്ഞ പോലെ യഹോവ വാളുകൊണ്ടും യുദ്ധം കൊണ്ടും അല്ല ജയിക്കുന്നത്. ഗോലിയാത്തെ നീ മനസ്സിലാക്കി. വാളുകൊണ്ടും യുദ്ധം കൊണ്ടും അല്ല ജയിക്കുന്നത്. യഹോവയുടെ ആയുധം എന്ന് പറഞ്ഞാൽ എന്താ? പറ. വന്ന് ഭക്തനാണ്. കാരണം നീ എന്റെ വെൺമഴവും എന്റെ ഇരുമ്പായുധവും. എപ്പോഴും ഓർക്കണം. നീയാണ് എന്റെ വെൺമഴു. നീയാണ് ഇരുമ്പായുധം. നീ മൂർച്ചയുള്ളതായിരുന്നാൽ, നീ മൂർച്ചയുണ്ടായിരുന്നാൽ പിന്നെ ഒരു വെൺമഴവും വേണ്ട, ഒരു വാളും വേണ്ട, കുന്തവും വേണ്ട, ഒരു യുദ്ധായുധം വേണ്ട, ഒന്നും വേണ്ട. നിന്നെ ഞാനെടുത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ സ്ഥിതി? പിന്നെ വല്ലതും വേണോ? ഒന്നും വേണ്ട. വൃത്താന്തം 300 പേരുമായിട്ട് പോയി യുദ്ധം ജയിച്ച് സന്തോഷമായിട്ട് മടങ്ങി വന്നു. പറയുന്നറിയാം, യുദ്ധം ജയിച്ച് മടങ്ങി വരുമ്പോ അവര് മര്യാദയ്ക്ക് അവരുടെ വീട്ടിൽ പോയി. ഇനി പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റവരെ കൊണ്ട് യുദ്ധം ചെയ്യാനോ? പണ്ട് 2ാം ലോകമഹായുദ്ധത്തിൽ ഒരു കേട്ടിട്ടുണ്ട്. അതിന്റെ ആധികാരികത എന്തും ആവട്ടെ. ഒരു പഠിക്കാനുള്ള ഒരു വിഷയമായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യുദ്ധത്തില് ജയിച്ച് ഒരു പട വരുവാ. ഒരു കപ്പലിലാ തിരിച്ചു വരുന്നത്. കപ്പലിൽ പോയി കഴിഞ്ഞാൽ പട യുദ്ധം രാജ്യത്തെ കീഴടക്കിയതിന് ശേഷം യുദ്ധം ജയിച്ച് മടങ്ങി വരിക. അപ്പോൾ സ്വന്തം രാജ്യത്തിലുള്ള മന്ത്രി മന്ത്രി നോക്കിയപ്പോ ആ വരുന്ന വരവും അവരുടെ ആഹ്ലാദ തിമിർപ്പും അവര് ഇതാണോ അവര് നിലവിട്ട് വീഴാണ് വരുന്നത്. അപ്പോ ബുദ്ധിമാനായ ആ മന്ത്രി പറഞ്ഞു കൊടുത്തു, ഇവരിവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ മനുഷ്യർക്ക് കൂടെ കിടക്കാൻ പാടുണ്ടാവില്ല. പിന്നെ ഇവിടെ സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ബുദ്ധിപൂർവ്വം ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ ആ കപ്പല്
കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ആ കപ്പല് ടോർപ്പട വെച്ച് മുക്കി സമുദ്രത്തിൽ മുക്കിക്കളഞ്ഞു. അത്രയും പേരോട് കൂടി, അത്രയും പടയാളികളോട് അത് നശിച്ചു പോയിരുന്നു കേട്ടോ. ഞാൻ അതിന്റെ അധികമായിട്ട് പറയുന്നതല്ല. ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കും ചർച്ചയിലേക്ക് ആഴ്ത്തുള്ള. അപ്പോ അത്രയും വലിയ കാര്യം ഇവിടെ ഈ 30,000 പേര് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഈ 30,000 പേര് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവരെന്തായിരിക്കും ചെയ്യുന്നത്? വചനം പറയുന്നത്, കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഞങ്ങളുടെ ഭുജം ഞങ്ങൾക്ക് രക്ഷ വരുത്തി എന്ന് ഇസ്രായേൽ പറയാതിരിക്കാൻ ഇവരെയും കൂടി ഞാൻ പോവില്ല. പക്ഷെ അവരെ മുഴുവനും നേരത്തെ അങ്ങ് പറഞ്ഞു വിട്ടതിന് ശേഷം ഈ 300 പേര് ജയിച്ചു വരിക. 30,000 പേര് ജയിച്ചു വന്നു കഴിഞ്ഞാലുള്ളതാണോ 300 പേര് ജയിച്ചാലാണോ കൂടുതൽ അഭിമാനം? 300 പേര് ജയിക്കുമ്പോഴാണ്, പക്ഷെ അവർ മിണ്ടിയില്ല. കാരണം അവരാരാണ്? തിരഞ്ഞെടുക്കപ്പെട്ടവർ. അവര് തിരഞ്ഞെടുക്കപ്പെട്ടവരാ. അല്ല, അവര് ദൈവത്തിന്റെ ആരാ? പറഞ്ഞേ, നീ എന്റെ വെൺമഴവും എന്റെ ഇരുമ്പായുധവും. ദൈവത്തിന്റെ വെൺമഴവും ഇരുമ്പായുധവുമാണ്. ദൈവമാണ് ഉപയോഗിക്കുന്നത്. ഒരിക്കലും അവർ വമ്പ് പറയില്ല. ഒരിക്കലും അവര് വമ്പ് പറയാൻ പോകുന്നില്ല. അവര് തിരിച്ചു വരും. അവര് തിരിച്ചു വരിക, മര്യാദയ്ക്ക് വന്ന് ദൈവത്തിന് മഹത്വം കൊടുത്ത് അവരവരോടിക്ക് പോയി. ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ നമുക്കും പറയാനുള്ളത് മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ വചനം പറയുന്നത് ഇതാ, ഈ ലക്ഷ്യമെന്ന് പറയുന്നത് ആയുധമാണ്. ഇസ്രായേലിന്റെ ലക്ഷ്യം ശത്രുക്കളുടെ ആയുധം ഇല്ലാതാക്കുക. ശത്രുവിന്റെ ആയുധമോ, ശത്രുവിന്റെ ലക്ഷ്യമോ, ശത്രുവിന്റെ ലക്ഷ്യം ദൈവത്തിന്റെ ആയുധം ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജനത്തെ പ്രാഗൽഭ്യം ഇല്ലാതാക്കുക. അതായത് അവരെ ജഡീകരാക്കി തീർക്കുക. അവരെ ഉപയോഗിക്കാൻ സാധിക്കരുത്. അവരുടെ കൂടെ ഒന്നാമത്തെ ദൈവദൂതന്മാരുണ്ടാകരുത്. രണ്ടാമത്തത് ദൈവം ഉപയോഗിക്കത്തക്കവണ്ണം ഒരു നാവ് അവർക്കുണ്ടാകരുത്. അവർ അശുദ്ധിയിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവരുടെ വായ കൊണ്ട് ഒരിക്കലും ദാവീദ് പറയുകയാണ്. ദാവീദ് യഥാസ്ഥാനപ്പെട്ടപ്പോ നിലവിളിക്കാൻ, കർത്താവേ എന്റെ അധരത്തെ, ദൈവമേ എന്റെ അധരത്തെ തുറക്കണം. ഇപ്പൊ അധരത്തെ തുറക്കുന്നില്ല. എന്താ കാരണം? അധരത്തെ തുറക്കുന്നില്ല. ദൈവം സംസാരിച്ച് അധരത്തെ തുറന്ന് നാവ് കൊണ്ട് ദൈവം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പാത്രമാണ് ദാവീദ്. ഇന്ന് തുറക്കുന്നില്ല. കാരണം ദൈവത്തിന്റെ ആയുധമല്ല. ദൈവത്തിന്റെ ആയുധവും വെൺമഴവും അല്ല എന്ന് ദാവീദ്. അതുപോലെ തന്നെ ഇന്ന് കർത്താവിന്റെ വചനത്തിന്റെ പ്രകാരം ഇന്ന് നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഈ ദിവസങ്ങൾ ഇത്രയായി. നമുക്ക് വേറെ ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. ഒറ്റ കാര്യം മാത്രം, കർത്താവെ ഇത്രയും ദിവസമായി ഈ രാവും പകലും ഈ പോരാട്ടം ഞാൻ നിന്റെ വെൺമഴവും ഇരുമ്പായുധമായിട്ടുണ്ടോ? ആയിട്ടുണ്ടെങ്കിൽ ജയം ദൈവത്തിന്റെ ജനത്തിനാണ്. ജയം ദൈവത്തിനുള്ളതാണ്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ താമസിക്കുന്ന ദൈവത്തിന്റെ പക്ഷം ജയിക്കണം. ദൈവത്തിന്റെ ജനം ജയിക്കണം. ദൈവത്തിന്റെ സഭ ജയമെടുക്കണം. കർത്താവിന്റെ നാമത്തിൽ അത് നമുക്ക് വിടുതലമായി തീരണം. ഇതാണല്ലോ നമ്മുടെ ആഗ്രഹം. കർത്താവിന്റെ വചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടല്ലോ. എന്താണ് ആവശ്യം? ദൈവത്തിന്റെ സഭയ്ക്ക് ആവശ്യമുള്ളവരുണ്ട്, പിന്നെ അധികമായിട്ടുള്ളവരുണ്ട്. അധികമായിട്ട് ഞാൻ ജീവിക്കേണ്ട. എന്തിനാ അധികമായിട്ട് ജീവിക്കണം? എന്തിനാണ് ജീവിച്ചിട്ട് കാര്യം? എന്തിന് ഞാനിങ്ങനെ അങ്ങനെ ജീവിക്കുന്നു? ഞാൻ സഭയ്ക്ക് ആവശ്യമുള്ള ഒരു പാത്രമായി ഈ ദൈവത്തിന്റെ വെൺമഴവും ഇരുമ്പായുധവുമായി ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് തീരണം. പിതാവേ, ഞാൻ നിന്റെ സന്നിധിയിൽ നീ ഉപയോഗിക്കുന്ന ഒരു പാത്രമായി തീരുവാൻ ദൈവത്തിലേക്ക് സമർപ്പിക്കുന്നു. ഒരിക്കലും ഇത് കഴിഞ്ഞതിന് ശേഷം വമ്പ് പറയുന്നവരായിട്ടില്ല. പിന്നെയോ ദൈവത്തിന്റെ സന്നിധിയിൽ ആവശ്യമുള്ളവരും ആ 300 പേരെ പോലെ, 30,000 പേരെ പോലെയല്ല, 300 പേരെ പോലെ അവരുടെ സന്നിധിയിൽ ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു പാത്രമായി തീരണം എന്നുള്ളത് മാത്രമാണ് ഈ ഉപവാസ പ്രാർത്ഥന ഉദ്ദേശിക്കുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കും. മുട്ടുകൾ മടക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.